മഷ്റൂം മെഴുക്കുവരട്ടി അഥവാ മഷ്റൂം സ്റ്റർ ഫ്രൈ. ബട്ടൺ മഷ്റൂംസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രഷ് മഷ്റൂംസ് ആണെങ്കിൽ അതിൻ്റെ ക്യാപ്പും സ്റ്റെമ്മും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല, കവേർഡ് ആയിരിക്കും. ആദ്യം ക്യാപ്പും സ്റ്റെമ്മും സെപ്പറേറ്റ് ചെയ്യണം. വലിയ എഫേർട്ടൊന്നും വേണ്ട അത് ചെയ്യാൻ. ഇനി ആ ക്യാപ്പിൻ്റെ ഔട്ടർ ലെയർ ഇങ്ങനെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പീൽ ചെയ്ത് കളയണം. അതും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. കത്തിയൊന്നും എടുക്കേണ്ട കാര്യമില്ല, കൈകൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ദേ കണ്ടോ, ഇനി അതിൻ്റെ ഗിൽസ് ആണ് മാറ്റേണ്ടത്. ഇതിനെയാണ് ഗിൽസ് എന്ന് പറയുന്നത്. വൈറ്റ് കളർ ഗിൽസ് ആണെങ്കിൽ കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാനത് കളയാറുണ്ട്. ഇതിപ്പോൾ ഫ്രഷ് മഷ്റൂംസ് ആണെങ്കിലും ഗിൽസ് ഡാർക്ക് കളറിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ കളയുന്നത് തന്നെയാണ് നല്ലത്. ഇനി സ്റ്റെമ്മിൻ്റെ ഔട്ടർ ലെയറും ഇതുപോലെ തന്നെ കളയണം. അതും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ഇടണം, അല്ലെങ്കിൽ മഷ്റൂംസ് കറുത്തുപോകും. കുക്കിങ്ങിന് മുമ്പ് അത് ഡ്രെയിൻ ചെയ്യുകയും വേണം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. കടായി ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ സവാള, ഉണക്കമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മെഴുക്കുവരട്ടിക്ക് സവാള ചോപ്പ് ചെയ്താണ് എടുക്കേണ്ടത്. നാടൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്, ചെറിയ നാടൻ വെളുത്തുള്ളി. ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഇത്രയും വേണ്ട. ഉണക്കമുളക് ബ്രേക്ക് ചെയ്യാതെ അതേപടി ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നിന്നും എരിവിറങ്ങേണ്ട, മൂത്ത മണം മാത്രം കിട്ടിയാൽ മതി. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റി തുടങ്ങാം. മെഴുക്ക് പുരട്ടിക്ക് ഉലർത്ത്, ഉപ്പേരി എന്നൊക്കെ പറയാറുണ്ട്. അതിന് സവാള ആവശ്യത്തിന് വഴറ്റിയെടുക്കുക തന്നെ വേണം. എന്ന് പറഞ്ഞാൽ ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതേമാതിരി ആകണം. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം കശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും അതിലേക്ക് ഇട്ടു കൊടുക്കണം. ഇവിടെ വേറെ മസാലപ്പൊടികൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ടതില്ല. മഷ്റൂംസിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിൽ അത് കുക്കായിക്കോളും. കശ്മീരി ചില്ലി പൗഡർ ഇവിടെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ മഷ്റൂംസ് വൈറ്റ് കളറിൽ കിടക്കും. ഇങ്ങനെയാകുമ്പോൾ ആവശ്യത്തിന് എരിവും നല്ല കളറും കിട്ടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ കടായിയുടെ സെൻറ്ററിലേക്ക് അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഇതിൽ അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി അത് ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യണം. മഷ്റൂംസിൽ നിന്നും ഇറങ്ങിയ വെള്ളത്തിൽ അത് ഏകദേശം കുക്കായിരിക്കുകയാണ്. ഇനി അത് സ്റ്റർ ഫ്രൈ ചെയ്യണം. ഫ്ലെയിം ഒന്നും കൂട്ടി കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് അത് ക്വിക്ക് സ്റ്റർ ഫ്രൈ ചെയ്യുന്നത്. ചോറിനൊപ്പവും പലഹാരങ്ങൾക്കൊപ്പവും നല്ലൊരു സൈഡ് ഡിഷാണിത്. ഞാൻ ഒറട്ടിയുടെ കൂടെയാണ് ഈ മെഴുക്കുവരട്ടി കഴിച്ചത്. മഷ്റൂം സ്റ്റർ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റ് ലോങ് വീഡിയോസ് കൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മഷ്റൂം മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.